ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡിന്നറിൻ്റെ വിഭവമാണ്. ഇന്നത്തെ ഡിന്നർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: കാച്ചിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പുളി, തേങ്ങ അരയ്ക്കാൻ പുളിയും മുളകും കറിവേപ്പില. കാച്ചിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും. കടുക് വറക്കാൻ കടുകും എണ്ണയും മുളകും മാത്രം. ഓട്സ് കഞ്ഞിക്ക് ഓട്സും സ്വല്പം തേങ്ങയും. പിന്നെ മാങ്ങ അച്ചാറിന് നമുക്കറിയാമല്ലോ, മാങ്ങ അരിഞ്ഞിട്ട് ഇത്തിരി മുളക് പൊടി, ആ മാങ്ങയുടെ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, എളുപ്പമാകും. ഓട്സ് കഞ്ഞിക്ക് നമുക്ക് അടുപ്പേ വെക്കാം. ആദ്യം നമുക്ക് ഈ ഓട്സ് നന്നായിട്ടൊന്ന് കഴുകി അടുപ്പയിലോട്ട് വെക്കാം. ഇതിപ്പോൾ റോൾഡ് ഓട്സ് അല്ല, സാധാരണ ഓട്സാണ്, നമ്മൾ കഴുകണ്ട, ഇങ്ങനെ അടുപ്പ് വെച്ചാൽ മതി. ഒന്ന് സിമ്മാക്കി വെക്കാം, അല്ലെ തിളച്ച് തൂവിയെങ്കിലും. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ടാൽ മതി. കഞ്ഞി വേകുമ്പോഴത്തേക്ക് നമുക്ക് കാച്ചിൽ വെക്കാം. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് വേവട്ടെ. കാച്ചിൽ വേകുമ്പോഴത്തേക്ക് അതിനുള്ള തേങ്ങ നമുക്ക് അരച്ചുകൊണ്ട് വരാം. സ്വല്പം തേങ്ങ മതി, ഒരുപാട് വേണ്ട. അതാ കൂട്ടത്തിൽ പുളിയും അങ്ങ് അരയ്ക്കും. 2 കറിവേപ്പില. ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ തേങ്ങ അരച്ച് കഴിഞ്ഞു. കാച്ചിൽ ഒന്നും കൂടെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പുമാങ്ങ അരിഞ്ഞിടാം. ഇത് നല്ല ഉറച്ച ഉപ്പുമാങ്ങയാണ്. നമുക്ക് ഉറച്ചതും ആകാം, ഉറച്ചതല്ല എങ്കിലും ആകാം. നമുക്ക് സമ്മന്തിയും അരയ്ക്കാം ഇതുകൊണ്ട്. പാകത്തിന് മുളക് പൊടി, സ്വല്പം ഉലുവാപ്പൊടി, കായപ്പൊടി ഇടണം, പക്ഷെ ഇന്ന് ഞാൻ കായം കഴിക്കില്ല. ഇത്തിരി ഉപ്പുമാങ്ങയുടെ വെള്ളം കൂടെ ഒഴിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കാച്ചിൽ നോക്കാം എന്തോ ആയിന്ന്. തേങ്ങ എല്ലാം ചേർത്ത് നല്ല പാകമായി. ഇപ്പം ബാക്കി തേങ്ങയും കൂടെ അങ്ങ് ചേർക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളുടെ കഞ്ഞി ആയോ എന്ന് നോക്കട്ടെ. കഞ്ഞി എന്തോന്ന് നോക്കാം. നമുക്ക് സ്വല്പം വെള്ളം കൂടെ വേണം. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം.
തേങ്ങ ഇട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. ഇപ്പം നമ്മുടെ കഞ്ഞി കൂട്ടാനും അച്ചാറും റെഡിയായി. ഇപ്പം നമ്മുടെ കഞ്ഞി റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. ഓട്സ് കഞ്ഞിയും കാച്ചിൽ കറി മാങ്ങ അച്ചാറും. ഇന്നത്തെ ഡിന്നർ ഇങ്ങനെ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.